വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു മാസത്തേക്ക് മേടിച്ച സാധനങ്ങളും അതിൻ്റെ റീസ്റ്റോക്കിങ്ങും പിന്നെ അതെല്ലാം പാൻട്രിയിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു മാസത്തേക്കെന്ന് മാത്രമല്ല കുറച്ച് നാളോടെ നിൽക്കും കേട്ടോ. അതായത് നമ്മുടെ പരിപ്പ്, സാമ്പാർ പരിപ്പ്, അങ്ങനെ കടല അതെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഈ കണ്ടെയ്നേഴ്സിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊരു 6 അടങ്ങിയൊരു സെറ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പം മേടിച്ച കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇത് മാത്രമേ സത്യം പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് മേടിച്ച കണ്ടെയ്നേഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ബാക്കിയുള്ള കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ എന്തെങ്കിലും മേടിക്കുമ്പം കിട്ടുമല്ലോ, അതിൻ്റെയൊക്കെ ഞാൻ അതിൻ്റെ സ്റ്റിക്കറൊക്കെ മാറ്റി നല്ല രീതിയിലൊക്കെ എടുത്ത് കഴുകിയെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 കണ്ടെയ്നേഴ്സാണ് ഞാൻ മെയിനായിട്ട് പരിപ്പ് ആ സാധനങ്ങൾ ഇടാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റീസ്റ്റോക്കിങ് അത്ര എളുപ്പമുള്ള പണിയല്ല കേട്ടോ. ഈ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ തന്നെ നന്നായി കഴുകി സോപ്പിട്ട് കഴുകി ഉണക്കി എടുത്ത് വെക്കണം, എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായി കഴുകി ഉണക്കിയെടുക്കണം. അത് മാത്രമല്ല അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കണം. അത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് സോപ്പിട്ട് നല്ല സ്ക്രബ് ചെയ്താലേ അത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം അത് വെള്ളത്തിലിട്ട് വെക്കുകയും വേണം, ചൂടുവെള്ളത്തിൽ, എങ്കിലേ നമുക്ക് ആ സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ കാണുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, വെള്ള അടപ്പുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, ഇതെല്ലാം ന്യൂട്ടെല്ല മേടിച്ച കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസം കൊണ്ട് മേടിച്ചെന്നായിരിക്കും, നമ്മൾ 4-5 വർഷം കൊണ്ട് കളക്ട് ചെയ്ത കണ്ടെയ്നേഴ്സാണിത്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്ടെല്ലയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെ ഇളക്കി കളഞ്ഞതാണ്. അപ്പോൾ ഈ കാണുന്നത് എന്താ, നെസ്കഫേയുടെ കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ നട്ട്സ്, ആൽമണ്ട്, കാഷ്യൂനട്ട്, പീനട്ട്, വാൾനട്ട് അതെല്ലാം ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിലാണ്. അപ്പോൾ അതിലും ഇതേപോലെ തന്നെയാണ് നെസ്കഫേയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഈ ചൂടുവെള്ളവും സോപ്പ് വെള്ളത്തിലും ഇട്ട് വെച്ച് കഴുകി ഉണക്കി എടുത്തതാണ്. ചിലപ്പോൾ കഴുകി എടുക്കുമ്പോൾ വീണ്ടും ആ സ്റ്റിക്കറിൻ്റെ പശയുടെ അംശമൊക്കെ കാണും, നമ്മളതൊക്കെ വീണ്ടും ഇളക്കി കളയണം. അപ്പോൾ അതൊക്കെ ഇച്ചിരി പാടുള്ള പണിയാണെങ്കിലും ഞാനൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഇട്ടിട്ട് ഇപ്പം ഇത്രയും ആയിട്ടുണ്ട് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഞാനിത് നേരത്തെ ഒരു പഴയ കണ്ടെയ്നേഴ്സിലൊക്കെ ആയിരുന്നു, അതൊക്കെ ഇപ്പം ഈ കണ്ടെയ്നേഴ്സിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ചീസ് മേടിച്ച കണ്ടെയ്നറാണ് കേട്ടോ. പക്കെന്ന് പറയുന്ന കമ്പനിയുടെ ചീസിൻ്റെ സ്പ്രെഡ് മേടിച്ചതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജാം മേടിച്ച കണ്ടെയ്നേഴ്സാണ്. പക്ഷേ ഇതിൽ 2 ഞാൻ മേടിച്ചതാണ്, ബാക്കിയെല്ലാം ജാം വരുന്നത്, അതും സെയിം കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതും ഞാൻ കളഞ്ഞില്ല കേട്ടോ. അത് ഞാൻ ഇതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി പശയൊക്കെ കളഞ്ഞ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചുള്ള ഐറ്റംസൊക്കെ അതിലിട്ടു, കാരണം ചെറിയ കണ്ടെയ്നേഴ്സ് ആണല്ലോ. പിന്നെ ഈ 3 എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ മേടിച്ചതല്ല. അപ്പോൾ പിന്നെ അതിലാണ് ഞാൻ കാൻഡീസൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് വെക്കുന്നതാണല്ലോ, നമ്മൾ കാണുമ്പം കഴിക്കുന്നത്, അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതിലിരുന്നോളൂ. പിന്നെ ഈ 2 ബോട്ടിൽസ് എന്ന് പറയുന്നത് ഒലിവ് നമ്മൾ പിക്കിളായിട്ട് കിട്ടും, ഉപ്പിലിട്ടത്, ആ 2 ബോട്ടിൽസ് അങ്ങനത്തെയാണ്. അങ്ങനെ കാൻഡീസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ കവറിന്ന് തട്ടീൻ്റെ ബാക്കി കുറച്ചൊക്കെ കാണുമല്ലോ നമുക്ക് കൊള്ളാതെ വരുന്നത്, അതെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഈ നെസ്കഫെ ബോട്ടിൽസിലോട്ട് ഫില്ല് ചെയ്തു. എല്ലാം ചെറിയ നെസ്കഫെ ബോട്ടിൽസാണ് കേട്ടോ, ഭാഗ്യത്തിന് അതെല്ലാം അതിൽ കൊണ്ടു കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുമ്പോൾ ഇതിൽ ചെറിയ ടപ്പിലുള്ളതൊക്കെ എടുത്ത് തീർത്തിട്ട് വലിയ ടപ്പിൽ നിന്ന് എടുക്കും. അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഇതിൽ അരിയൊന്നും ഇല്ല കേട്ടോ, അരി ഉഴുന്നൊക്കെ. അപ്പോൾ അത് ഓൾറെഡി ഞാൻ മേടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ് ഇത്രയും മേടിച്ച സാധനം. അപ്പോൾ ഈ ബാക്കി വന്ന കവേഴ്സ് ഉണ്ട്, ഇത്രയും കവേഴ്സ് ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ വേസ്റ്റിലോട്ട് ഇട്ടിട്ട് ഞാൻ എൻ്റെ പാൻട്രി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ കണ്ടോ, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അച്ചാറും ഒക്കെ മേടിച്ച ബോട്ടിൽസാണ് കേട്ടോ കുറേ ഉള്ളത്. അത് ഞാൻ ഇതുപോലെ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും കളയത്തൊന്നുമില്ല കേട്ടോ. ഇത് ഈ കാണുന്ന ബോട്ടിൽസൊക്കെ ഇതിലാണ് ഞാൻ പൊടികളും ജീരകമൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതിലും കുറച്ചൊക്കെ ഉണ്ട്, അത് ഞാൻ കളയത്തൊന്നുമില്ല, അതും വെക്കും. കൂടെ ഇപ്പോൾ പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തതിൻ്റെ കൂടെ ഇതും വെക്കും. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് മാറ്റുവാണ്, അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കണം. നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം പുതിയ സാധനങ്ങൾ കയറ്റാനായിട്ട്. വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ സോപ്പ് സൊല്യൂഷനും ഇട്ടൊന്നും അല്ല തുടച്ച്, ജസ്റ്റ് സാധാ വെള്ളം വെച്ച് തന്നെയാണ് തുടച്ചെടുത്തത്, അതിനുള്ള അഴുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പാൻട്രി ഓർഗനൈസ് ചെയ്ത് തുടങ്ങിയാലോ. അപ്പോൾ പരിപ്പ് ആ സാധനങ്ങളെല്ലാം ഞാൻ ആദ്യം വെക്കും കേട്ടോ, താഴെ തന്നെ എടുക്കാൻ എളുപ്പത്തിന്. തൊട്ട് മുകളിലാണ് നട്ട്സ്, പീനട്ട് അതൊക്കെ വെക്കുന്നത്. അത് എത്തും, പക്ഷെ കുറച്ചൊന്ന് എടുക്കണമെന്ന് മാത്രം. അത് ജസ്റ്റ് ഞാൻ മുകളിൽ വെച്ചു. അതിൻ്റെ കൂടെ തന്നെയാണ് ന്യൂട്ടെല്ല ജാറിൽ വെച്ച ആ കുറച്ച് സാധനങ്ങൾ, അതും ഞാൻ എപ്പോഴും എടുക്കുന്നില്ല, അവിടെ തൊട്ട് മുകളിൽ വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പഴയ ടിന്നൊക്കെ വെച്ചു, കുറച്ച് ജീരകം, കുറച്ച് ഉലുവയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വെച്ചു. പിന്നെ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ കടുകും കുരുമുളകും ഒക്കെ വെച്ചത്, കാരണം അത് എപ്പോഴും എടുക്കേണ്ടത്
എടുക്കേണ്ടി വരും. പിന്നെ അങ്ങനത്തെ സാധനം ബാക്കി ബാലൻസ് ഐറ്റം ഞാൻ വെച്ച നെസ്കഫെ ബോട്ടിൽസും കൂടെ താഴെ വെച്ചു. അത് ആദ്യം തീർക്കണമല്ലോ. പിന്നെ എൻ്റെ പാൻട്രി അത്യാവശ്യം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും കേട്ടോ, പക്ഷേ അത് കുറേ നാളായി കൊണ്ട് തുടങ്ങിയ കളക്ഷൻസും അതിൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു ആത്മാഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് തുറന്ന് സാധനം എടുക്കാൻ തന്നെ ഇപ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ചെയ്തോളും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമില്ലേ കാണാൻ. നമ്മളൊന്നും കളഞ്ഞിട്ടുമില്ല, പൈസ മുടക്കിയിട്ടുമില്ല, എന്നാൽ നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിപ്പുമുണ്ട് ഇല്ലേ. പിന്നെ അരി ഉഴുന്നൊക്കെ ഞാൻ താഴത്തെ ഏറ്റവും താഴെ സ്ലാബിൻ്റെ അടിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് വെയിറ്റ് ഉള്ളതാണല്ലോ. പിന്നെ നമ്മുടെ കാൻഡീസ് മറന്നു പോരുതല്ലോ, അത് ഞാൻ ഫ്രണ്ടിലത്തെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെപ്പോഴും എല്ലാവരും എടുക്കുന്നതായതുകൊണ്ട് ഫ്രണ്ടിലത്തെ റൂമിൽ തന്നെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.